ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിൽ പല വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് ഉണ്ട്. അതിൽ പലതും നമ്മുടെ ഫേവറേറ്റ് ഫുഡുകളാണ്. അപ്പോൾ ഇതിൻ്റെ എക്സസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഉപയോഗം നമ്മളെ പല രോഗാവസ്ഥയിലേക്കും നയിക്കും. അങ്ങനെയുള്ള ചില ഫുഡ്സിനെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡുകൾ ഉണ്ടാവാം, ഏതാണെന്നുള്ള കമൻറ്റ് ചെയ്തോളാം. ഇതേത് ഗുലാബ് ജാമാണ്. ഗുലാബ് ജാമിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തന്നെ ഷുഗർ സിറപ്പാണ്. ഇതിനകത്ത് വിറ്റമിൻസ്, മിനറൽസ്, ഫൈബർ തുടങ്ങിയ ആവശ്യമായ ന്യൂട്രിയൻസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മളെ അമിതമായ വണ്ണം എന്നുള്ള അവസ്ഥയിലേക്കും പിന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കൂടാനുള്ള ഒരു സാധ്യതയിലേക്കും പിന്നെ അതുപോലെ തന്നെ ഡയബറ്റീസ് എന്നൊരു കണ്ടീഷനിലേക്കും ഒക്കെ എത്തിക്കാനായിട്ട് വലിയൊരു കാരണക്കാരനാകും അമിതമായി ഇത് ഉപയോഗിച്ചാൽ മാത്രം കേട്ടോ. ഇനി രണ്ടാമത്തേത് ജിലേബിയാണ് താരം. ജിലേബി ഗുലാബ് ജാമിൽ നിന്നും ഒട്ടും തന്നെ വ്യത്യസ്തനല്ല. ഷേപ്പിലും പിന്നെ ഉണ്ടാക്കുന്ന മാവിൽ മാത്രമാണ് അല്പസ്വല്പം വ്യത്യാസമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെയും മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഷുഗർ സിറപ്പ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സാധനത്തിലും ആവശ്യമായ ന്യൂട്രിയൻസ് ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ഇത് നമ്മളെ അമിതവണ്ണത്തിലേക്കും ഹൃദയ സംബന്ധമായ രോഗങ്ങളിലേക്കും ഡയബറ്റീസ് എന്ന അവസ്ഥയിലേക്കും ഒക്കെ എത്തിക്കാൻ ഒരു കാരണക്കാരനാവും. മൂന്നാമത്തെ താരം സമൂസയാണ്. സമൂസ കലോറി കൂടിയ ഒരു ഭക്ഷണമാണ്. അതുപോലെ തന്നെ ഫാറ്റും സോഡിയവും ഇതിനകത്ത് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സാധനം അമിതമായി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അമിതവണ്ണത്തിനും അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും ബ്ലഡ് പ്രഷർ കൂടാനും ഒക്കെയുള്ളൊരു കാരണമായി ഇത് മാറാൻ സാധ്യതയുണ്ട്. നാലാമത്തേത് മാത്രയാണ്. ഈ ഒരു സാധനം നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റിലൊക്കെയാണ് കൂടുതൽ കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സാധനം അമിതമായി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കലോറിയും ഫാറ്റും സോഡിയം ഒക്കെ കൂടുതലായതുകൊണ്ട് ബ്ലഡ് പ്രഷർ കൂടാനും അതുപോലെ തന്നെ ഹൃദയ സംബന്ധ രോഗങ്ങൾ കൂടാനും അമിതവണ്ണം വെക്കാനും ഒക്കെയുള്ള കാരണമായി മാറും. പക്ഷേ വല്ലപ്പോഴും ഒരു മാത്രം കഴിച്ചു എന്ന് കരുതിയിട്ട് ഇതൊന്നും നിങ്ങൾക്ക് വരണം എന്നൊന്നുമില്ല. പക്ഷേ നിങ്ങൾ സ്ഥിരമായി ഇത് കഴിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുന്നത്. അഞ്ചാമത്തേത് പക്കോട, ബജി എന്നൊക്കെ പറയുന്ന സാധനമാണ്. ഈ ഒരു സാധനം ലൈഫിൽ ഒരു പ്രാവശ്യം പോലും കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പക്കോട അല്ലെങ്കിൽ ബജി ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സാധനത്തിൽ സോഡിയവും ഫാറ്റൊക്കെ വളരെയധികം കൂടുതലായതുകൊണ്ട് അമിതവണ്ണത്തിന് ഇതൊരു വലിയ റീസൺ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ രുചി കൂടുതലാണെന്ന് കരുതിയിട്ട് വാരിക്കോരി അങ്ങ് കഴിക്കാതെ ലിമിറ്റഡ് ആയിട്ട് മാത്രം ഉപയോഗിക്കുക. ആറാമതായിട്ട് പാനിപൂരിയാണ്. പാനിപൂരിക്കകത്ത് ആവശ്യമായ ന്യൂട്രിയൻസുകളൊന്നും തന്നെ ഇല്ല. പിന്നെ എന്തിനത് കഴിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു ആത്മസംതൃപ്തി എന്നേ പറയാനുള്ളൂ. പിന്നെ ഈ ഒരു സാധനം വളരെ അൺഹൈജീനിക് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഹെൽത്തിന് ഒട്ടും തന്നെ നല്ലതല്ല. ഏഴാമത്തേത് വടാപാവാണ്. ഇത് മഹാരാഷ്ട്രക്കാരുടെ ജീവനായ ഭക്ഷണമാണ്. ഇതിനകത്ത് കാലോറീസും ഫാറ്റും ഒക്കെ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇതൊരു ഹൈ റിസ്ക് തന്നെയാണ് കഴിക്കുന്നത്. കാരണം ഹാർട്ട് ഡിസീസൊക്കെ ഉണ്ടാവാനായിട്ട് വളരെയധികം കൂടുതൽ സാധ്യത ഇതിനുണ്ട്. പക്ഷേ മിതമായ അളവിൽ നമുക്ക് ഏത് ഭക്ഷണം വേണമെങ്കിലും അകത്താക്കാം. ഒരു രോഗവും നമുക്ക് വരില്ല.